കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞങ്ങള് സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് നിർമ്മലഗിരി കോളേജാണ്. മലബാറിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കോളേജാണ്. മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി സ്ഥാപിച്ച നിർമ്മലഗിരി കോളേജിനോട് ചേർന്ന് അഭിഭവൻ എന്ന വീട്ടിലാണ്. അവിടെ ഞങ്ങളൊരു ജനകീയനായ ഡോക്ടറെ തേടി വന്നതാണ്. ഡോക്ടർ എ ജോസഫ്. ആലഞ്ചേരി എന്നാണ് വീട്ടുപേര്. അദ്ദേഹം ഒരു ജനകീയ ഡോക്ടറാണ്. 4 പതിറ്റാണ്ട് കാലമായി മട്ടന്നൂരിലെ മനുഷ്യരുടെ ഇടയിൽ ഒരു മനുഷ്യൻ ഏതൊക്കെ മേഖലകളിൽ ഇടപെടാൻ പറ്റുമോ സേവന മേഖലകളിലെല്ലാം ഇടപെടുന്ന, ഇപ്പം IMA ആയാലും റോട്ടറി ക്ലബ് ആയാലും ലയൺസ് ക്ലബ് ആയാലും അങ്ങനെ സന്നദ്ധ സംഘടനകൾ എല്ലാം സക്രിയ സാന്നിധ്യം, നല്ലൊരു കർഷകൻ, മനുഷ്യനെ സഹായിക്കാനുള്ള ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ സങ്കടം വരുന്നിടത്തെല്ലാം അദ്ദേഹത്തിന്റെ കൈവിട്ടുള്ളൂ. അയാളുടെ ഈ സഹായ ഹസ്തങ്ങൾ കിട്ടിയ ഒത്തിരി മനുഷ്യർ ഈ നാട്ടിലുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടറിന് ഈ പുതിയ കാലത്തൊക്കെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ കൃത്യമായി പ്രൊഫഷൻ ഇത്ര മണി വരെ പണിയെടുക്കുക, വീട്ടിൽ പോയി കിടന്നുറങ്ങുക, പിന്നെ ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ഈ കാലത്ത് ഡോക്ടർ എ ജോസഫിനെ പോലുള്ള ആളുകളെ നമ്മളൊന്ന് അറിയാൻ ശ്രമിക്കണം. അതിനാണ് ഞങ്ങൾ ഡോക്ടർ എ ജോസഫിനെ തേടി വന്നത്. അപ്പൊ നമുക്ക് എ ജോസഫിലൂടെ സഞ്ചരിച്ചാലോ? കോട്ടയത്ത് കുറവിലങ്ങാട് എന്ന സ്ഥലത്ത് നിന്ന്, ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് ആ നാട്ടിലെ പേരായതുകൊണ്ട് കുറവിലങ്ങാട് എന്ന നാട്ടിൽ നിന്ന് മലബാറിന്റെ മടിത്തട്ടിലേക്ക് എത്തിയ ആ ജനകീയ ഡോക്ടറിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. പ്രേക്ഷകർക്കും ഒപ്പം ഡോക്ടർ ജോസഫിനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഡോക്ടറെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. ഞങ്ങളെ ഇങ്ങനെ ഡോക്ടർക്ക് ഞങ്ങൾ ഇങ്ങനെ അന്വേഷിക്കും ഓരോ മനുഷ്യരെ കുറിച്ച് എങ്ങനെയുണ്ട്. അപ്പൊ പുതിയ കാലത്ത് നിങ്ങൾക്കൊരു അത്ഭുതമാണ് പുതിയ തലമുറയ്ക്ക്. അപ്പോ ഡോക്ടർ ഒന്ന് അറിയാനുള്ള ശ്രമമാണ്. ഒരാളെ അറിയണമെങ്കിൽ ആദ്യം അയാൾ ആരാണെന്ന് അറിയേണ്ടത്. അപ്പൊ ആദ്യം അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ച്, എവിടെയാണ് താങ്കൾ ജനിച്ചത്? കുറവിലങ്ങാട് തന്നെയാണോ ജനിച്ചത്? ഈ കുറവിലങ്ങാട് നിന്ന് 2 കിലോമീറ്റർ ഇപ്പുറത്ത് കാഞ്ഞിരത്താനം എന്നുള്ള സ്ഥലത്താണ് ജനനം. മാതാപിതാക്കളുടെ പേരെന്താ? IP ജോസഫ് ഫാദർ. പിതാവ് I ജോസഫ്, അമ്മ മാതാവ് അന്നമ്മ. അപ്പൊ ഐപ്പിന്റെയും അന്നമ്മയുടെയും മകനാണ്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 6 പേര്. 6 പേര്. എത്ര ആണോ എത്ര പെണ്ണും? 4 ആണ് 2 പെണ്ണ്. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു? 2 പെണ്ണുങ്ങൾ ആദ്യം തന്നെ പറയാമല്ലോ. 2 പേരും കന്യാസ്ത്രീകളാണ്. ഓ, കുടുംബത്തിൽ 2 കന്യാസ്ത്രീകളുണ്ട്. അവർ ഏത് കോൺഗ്രേഷനിലാണ്? അഡോറേഷനിലാണ്. പിന്നെ ബാക്കി 4 പേര്? ബാക്കി 4 പേര് ആണുങ്ങള്. ഒരാള് പ്രീസ്റ്റായിരുന്നു, അച്ഛനായി. ആന്റണി പെരുമ്പ്രായി. അപ്പൊ സന്യാസ മേഖലയിൽ 3 പേരുണ്ട്. ബാക്കി 3 പേര് ഏതൊക്കെ മേഖലകളിലാണ്? ഏറ്റവും മൂത്ത ആള് പാപ്പച്ചനെ വിളിക്കുന്ന ഈസ് ഓൾസോ ഒഫീഷ്യലി ജോസഫ്. പുള്ളി കർഷകനാണ്, കാർഷിക വൃത്തിയിൽ അഗ്രഗണ്യനാണ്. എൻ്റെ ഫാദറും കർഷക കുടുംബമാണ്. അപ്പൊ ഈ പ്രൊഫഷനിലേക്ക്, ഇത്തരം പ്രൊഫഷനിലേക്ക് ആരൊക്കെ വന്നിട്ടുണ്ട്? മെഡിക്കൽ പ്രൊഫഷനിലേക്ക് ആരൊക്കെ വന്നിട്ടുണ്ട്? എൻ്റെ ഒരു സിസ്റ്ററിന് 2 പേരെന്ന് പറഞ്ഞില്ല. അതിൽ ഒരാള് നേഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു മുത്തിയറ ഹോളി കോസ്റ്റ് ഹോസ്പിറ്റലിൽ. അപ്പൊ അങ്ങനെ സന്യാസം സ്വീകരിച്ച് സന്യാസിയായ ശേഷം കുടുംബത്തിന്റെ റോളില്ലല്ലോ. ഡോക്ടർ വകുപ്പിൽ വന്നത് എൻ്റെ മക്കള് മാത്രം. നിങ്ങളും നിങ്ങളുടെ മക്കളും, പിന്നെ എൻ്റെ ജ്യേഷ്ഠന്റെ മക്കളുമുണ്ട്. നിങ്ങള് സഹോദരങ്ങളിൽ വേറെ ആരാണ് പ്രൊഫഷണൽ? ഒരാൾ കർഷകൻ, നിങ്ങൾ രണ്ടാമത്തെ ആളാ? രണ്ടാമത്തെ ആള് അച്ഛൻ. മൂന്നാമത്തെ ആള് മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ. അപ്പൊ അധ്യാപകനുണ്ട്, വൈദികനുണ്ട്, സന്യാസിനികളുണ്ട്, ഡോക്ടറുണ്ട്. വേറെ ഏതെങ്കിലും പ്രൊഫഷൻ ഉണ്ടോ? കർഷകനുണ്ട്, മൂത്തയാള്. അപ്പൊ എല്ലാവരും ഉണ്ട് കുടുംബത്തില്. പിന്നെ പ്രൈമറി വിദ്യാഭ്യാസം എവിടെയായിരുന്നു? പ്രൈമറി കാഞ്ഞിരത്താനം സെന്റ് ജോൺസ് ഹൈസ്കൂൾ. എത്രാം ക്ലാസ് വരെ അവിടെ പഠിച്ചത്? പ്രൈമറി സ്കൂളിൽ 4ാം ക്ലാസ് വരെ. അവിടെ 4ാം ക്ലാസ് വരെ പഠിച്ചത്. ഈ പ്രൈമറിയിലെ കാര്യം, ഈ പഴയ കെട്ടിടല്ലേ, ഈ ഉത്തരം മരം കൊണ്ടല്ലേ, ഉത്തരത്തിലെല്ലാം തുളകളുണ്ടാകും. ആ തുളയിലെല്ലാം വണ്ട് കയറി മൂളും. അപ്പം ഞങ്ങളുടെ പരിപാടി കുറച്ച് പേര്, ഞാൻ കുറവാണ് കേട്ടോ, ഈ കോലിട്ടിളക്കിയാൽ ഭയങ്കര മൂളിച്ച, അത് കേൾക്കാൻ ഭയങ്കര സുഖമാണ്. അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു വിശ്രമ സമയത്താണ് കേട്ടോ. നിങ്ങൾ നമ്മുടെ പിള്ളേരുണ്ട്, അതിനേക്കാൾ വലിയ വിക്രികൾ കാണിക്കുന്നവർ ഇന്നത്തെ കാലത്ത്. നിങ്ങൾ ഈ വണ്ടിനെ കുത്തിയിട്ട് മൂളിപ്പിക്കലല്ലേ? അത് തന്നെ പരിപാടി ചെയ്തിട്ട് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെന്നല്ലോ. അല്ല, അതെല്ലാം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ വണ്ടിനെ കുത്തി വണ്ടിനെ മൂളിച്ച കൂട്ടുക, അതിൽ രസം കാണുക. പിന്നെ വേറെ എന്തൊക്കെയാ? ആ വണ്ടുകളും തടയുന്നില്ല.
പിന്നെ വേറെ എന്തൊക്കെയാ ചെയ്യുന്നത്? വേറെ കളിക്കുകയും ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യും. അധ്യാപകർക്ക് വല്ല പണിയും കൊടുക്കലുണ്ടോ? അധ്യാപകർക്ക് പണി കൊടുക്കാൻ മാത്രം പ്രായമില്ലെന്ന്. ഒരു സാധു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു, തെങ്ങുംപള്ളിപ്പറമ്പിൽ എന്ന് പറഞ്ഞ കുറുപ്പന്തറക്കാരനാണ്. മൂപ്പരായിരുന്നു ആകെ കൂടിയുള്ളൊരു അധ്യാപകൻ, ആണധ്യാപകൻ. ബാക്കിയെല്ലാം വനിതകളാണ്. കുറച്ച് പേര് വനിതകൾ. അത്രയും ചെറിയ സ്കൂളാണ്. ഹെഡ് മാസ്റ്റർക്ക് എന്തെങ്കിലും പണി കൊടുത്തോ? ഹെഡ് മാസ്റ്റർ പണി കൊടുക്കാൻ മാത്രമുള്ള നമുക്ക് ആ രീതിയിൽ വഴക്കുണ്ടാക്കുന്ന പരിപാടി ഇല്ല, കുറവാണ്. ഭയങ്കര അച്ചടക്കത്തിലാണ്. പിന്നെ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ പിള്ളേർ തമ്മിലേ ഉള്ളൂ, പിള്ളേർ വലിയ വഴക്കുണ്ടാവും. ചെറിയ തോതിലൊക്കെ. ഞങ്ങൾ പോകുമ്പം വലത്ത് ഭാഗത്ത് വീട്ടുകാരും ഒക്കെ വേറെ ആൾക്കാരാണ്, വേറെ ചില ഒരു ഗ്രൂപ്പാണ്. ഇങ്ങോട്ടുള്ളത് ഞങ്ങൾ വേറെ ഗ്രൂപ്പ്. അപ്പം ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അയൽവക്കല്ല, അല്ലേ, ഒരസൽ പോലെ. ചുരുക്കി പറഞ്ഞാൽ ചെറിയ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാര്യമായ വഴക്കൊന്നുമില്ല. എന്നാലും അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ വലിയ റോഡിൻ്റെ അപ്പുറത്ത് ഹൈസ്കൂൾ, അവിടെ എൻ്റെ ജ്യേഷ്ഠനും പഠിപ്പിച്ചിരുന്നത്. മാസ്റ്റർ എന്ന് പറഞ്ഞില്ലേ, അവിടെയുള്ള കുഴപ്പമൊന്നുമില്ല. ഞാൻ സ്കൂൾ ലീഡറായിരുന്നു അന്ന്. ഇവിടുത്തെ പോലെയല്ല, ജനറൽ സെക്രട്ടറി അങ്ങനെ എന്താ പരിപാടിയാണ്. അപ്പം ഞങ്ങൾ ഇലക്ഷന് ഞാൻ ജയിച്ചു. പിന്നെ 4 പേരാ ഇലക്ഷൻ നിന്നിരുന്നത്. അവരുടെ ടെക്നിക്കിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രചരണ പരിപാടി ഞാൻ നടത്തി. എന്നുവെച്ചാൽ രാവിലെ സ്കൂൾ തുറന്ന് വരുമ്പം കാണുന്നത് ഡെസ്കിൻ്റെ മുകളിൽ ഇങ്ങനെ, എനിക്ക് ഇഷ്ടം പോലെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അവർ എഴുതി വെച്ചിരിക്കുക, ഡോക്ടർ അലോഷ്യസ്, അല്ല ഡോക്ടർ അല്ല, അലോഷ്യസ് കാൻഡിഡേറ്റ് അലോഷ്യസ് ജോസഫ്. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് എല്ലാവർക്കും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തു. ഇവർക്ക് ആ ബുദ്ധി തോന്നിയില്ല. നല്ല പണക്കാരൊക്കെ കുട്ടികളുണ്ടായിരുന്നതിൽ അവർക്കൊക്കെ 10-15 വോട്ട് കിട്ടിയപ്പം എനിക്കൊരു 200 വോട്ടോളം കിട്ടി. വല്ലാത്ത ഭൂരിപക്ഷം. ഒന്നൊരു പൂവക്കോട്ട് നല്ല കാശുകാരനാണ്, പുള്ളിയുടെ മകളുടെ കുട്ടിയൊക്കെയാണ് ഒരു കാൻഡിഡേറ്റ്. അവർക്കൊന്നും ഷൈൻ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ചെറിയ വൈരാഗ്യം അവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ചെറിയ തോതിൽ. പിന്നെ ഞാൻ കളിക്കുന്ന ആളാണ്. സ്പോർട്സ് അന്നത്തെ കളി എന്ന് പറഞ്ഞാൽ വോളിബോളോ അങ്ങനത്തെ ആ രീതിയിലാണ്. കളിക്കാൻ പോകുമ്പം അന്ന് പെൻസിലും അല്ല ഈ ബുക്കും ഒക്കെ റബ്ബർ ബാൻഡ് കെട്ടി അതിന്റെ സൈഡിൽ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പോവുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് പോകും കളിക്കാൻ. തിരിച്ചു വരുമ്പോൾ പെൻസിലൊന്നും കാണൂല, ആരെങ്കിലും അടിച്ചോണ്ട് പോകും. വീട്ടിൽ ചെന്നാൽ അതിനൊക്കെ ഉള്ളത് പറഞ്ഞാൽ തമാശം രസമാണ്. റബ്ബർ ബാൻഡ് കെട്ടിയിട്ട് പുസ്തകമായിട്ട് സ്കൂളിൽ പോയി പിള്ളേർ ചിരിക്കുകയും. അതെ. ഇന്നത്തെ തലമുറക്ക് അത് അങ്ങനെ ആലോചിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അനുഭവത്തിൽ അത് പറയണ്ടേ? പറയുന്നത് വീട്ടിൽ ചോദിക്കില്ല. എന്ത് ചെയ്യുമോ? നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന വീട്ടുകാരുണ്ടാവും. അവരോട് 2-3 രൂപ, അന്ന് 1-2 രൂപ മതി, വാങ്ങിച്ചിട്ട് ഞാൻ വാങ്ങും. അപ്പം ഈ പൈസ കൊടുക്കുന്നത് എൻ്റെ അമ്മ കൊടുത്തോളും. അമ്മയ്ക്ക് തേങ്ങ ഉണ്ട് ഇഷ്ടം പോലെ. ഈ പറഞ്ഞ പാർട്ടിക്ക് 2 തേങ്ങ കൊടുത്താലും കാര്യം നടന്നു. അപ്പം അങ്ങനെ കാര്യങ്ങൾ നടന്നു. എന്നാൽ നമ്മുടെ പെൻസിൽ സൂക്ഷിക്കുന്ന പരിപാടി വേറെ എവിടെയാണ് സൂക്ഷിക്കുക? പോക്കറ്റിൽ കളിക്കാൻ പറ്റിയല്ലോ, വിഷമല്ലേ. അപ്പം അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് സമൃദ്ധമാണ് ജീവിതം. ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പട്ടിണിയൊന്നും കിടന്നിട്ടില്ല. നമ്മുടെ രീതി എന്ന് വെച്ചാൽ നാട്ടുകാർക്കെല്ലാം ഫീഡ് ചെയ്യുന്ന സ്വഭാവം അമ്മയുടെ. 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അമ്മ എന്തൊക്കെയാ ചെയ്യുക നാട്ടുകാർക്ക് വേണ്ടി? എന്തൊക്കെ പരിപാടികളാണ് അമ്മയുടെ പ്രധാന പരിപാടികൾ? വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കും വീട്ടില്. ഈ നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇരുന്ന്, അന്നത്തെ കാലത്ത് ഈ അറിയുമെന്നറിയില്ല, ഉള്ളാടന്മാർ, ധർമ്മക്കാർ, പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ തെക്കേ പറമ്പിൽ വന്നാൽ ഈ പാള ഇങ്ങനെ വെച്ചിട്ട് അവർ വാങ്ങി അവർക്കെല്ലാം ഫീഡ് ചെയ്യും. അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കും. എന്താണ് അന്നത്തെ ഫുഡ് കൊടുക്കുന്ന? ഫുഡ് കഞ്ഞിയായിരിക്കും മിക്കവാറും.
കപ്പയുണ്ടാകും. കഞ്ഞി കപ്പയും കൊടുക്കും. ആ, അപ്പം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന, നമ്മുടെ പറമ്പിലുണ്ടാകുന്ന. അപ്പം അങ്ങനെയുള്ള രീതിയിൽ പുള്ളിയെ പേര് പറയുന്നത് അമ്മായി എന്നാണ് നാട്ടുകാർ. അമ്മയെ വിളിക്കുന്ന അങ്ങനെ അമ്മായി, എല്ലാവരും അമ്മായി എന്നാ വിളിക്കുക. എല്ലാവരുടെയും അന്നദാതാവാണ് ആ കാലത്ത്. പെരുമ്പ്രായിൽ അമ്മായി. പെരുമ്പ്രായിൽ അമ്മായി. അപ്പൊ ഈ ആലഞ്ചേരി അച്ഛന്റെ വീട്ടു വരാ. ആലഞ്ചേരി അച്ഛൻ്റെ തറവാട്ട് പേര്. അമ്മ ഈ പറഞ്ഞ കുടകശ്ശേരി. കുടകശ്ശേരി. അത് മോശമില്ല, നല്ല തറവാട്ടുകാരാണ് അല്ലേ? അപ്പൊ 10ാം ക്ലാസ് വരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളില്ല. 10ാം ക്ലാസ് വരെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. രാഷ്ട്രീയം ഉണ്ടോ അന്നേരം? അന്ന് രാഷ്ട്രീയം വെച്ചാൽ ഈ ഇലക്ഷൻ നിന്നപ്പം ചെറിയൊരു തിരിവൊക്കെ വന്നു. അന്ന് രാഷ്ട്രീയം ഇല്ല. അങ്ങനെ 10ാം ക്ലാസ് അവിടുന്ന് പാസ്സായി. പാസ്സായി. എങ്ങനെ ഉണ്ടായിരുന്നു മാർക്ക്? 10ാം ക്ലാസ് അന്നൊക്കെ 40% വിജയം. വിജയം കുറവാ. മാർക്ക് കൊടുക്കൂല. ഇന്നിപ്പം വാരിക്കോരി മാർക്ക് കൊടുക്കൂലേ? അന്ന് 200-210 വലിയ മാർക്കാണ്. അങ്ങനെ പഴയ കാലമല്ലേ. അപ്പം അതും കൊണ്ട് തൊട്ടടുത്ത ദേവമാതാക്കളി കുറവലിങ്ങാട് 3 കിലോമീറ്ററിൽ താഴെയേ ഉള്ളൂ. ഡോക്ടർ ജോസഫ് അദ്ദേഹത്തിന്റെ പ്രീ ഡിഗ്രി പഠനകാലം, അന്ന് പ്രീ ഡിഗ്രി ആണ്, അതെങ്ങനെയാണോ അല്ലെ? പ്രീ ഡിഗ്രി അല്ലേ? ഏത് ഗ്രൂപ്പ് കിട്ടിയത്? സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടി. അത് മാർക്ക് കൊണ്ട് എടുത്ത്. ഏതാണ് കോളേജ്? ദേവമാതാ കോളേജ്. അവിടെ തന്നെയാണ്. അവിടെ ചേർന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര 2 വർഷമല്ലേ പ്രീ ഡിഗ്രി? അന്നത്തെ കാലം 2 വർഷം. പ്രീ ഡിഗ്രി എങ്ങനെ ഉണ്ടായിരുന്നു? പ്രീ ഡിഗ്രി പറയുകയാണെങ്കിൽ നല്ല പഠിത്തമായിരുന്നു, കുഴപ്പമില്ല. പിന്നെ അതിനിടയ്ക്കൊരു സന്ദർഭം ഉണ്ടായത്, ഞങ്ങൾക്കൊരു കുപ്പം ട്രെയിൻ അബോർഡ് എന്നുള്ളൊരു സംഗതിയിൽ പെട്ടുപോകേണ്ട വന്നു. അതെങ്ങനെ വെച്ചാൽ ഞങ്ങൾക്കൊരു സ്കോളർഷിപ്പിന് വേണ്ടി ഞങ്ങളൊരു 3 പേരെ കോളേജിൽ സെലക്ട് ചെയ്തു. അവർ പറഞ്ഞ് ഇലക്ട്രിക് മോട്ടോർ കൊണ്ടായിക്കൊണ്ട് ചെല്ലണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 3 പേരും മോട്ടറൊന്നും അവർ നോക്കിയിട്ടില്ല, അതിന് പ്രസക്തിയില്ല. ചെന്ന് അങ്ങോട്ട് പോയി ഇലക്ഷൻ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം കുപ്പം ട്രെയിൻ അബോർഡ് കേട്ടുകേൾവി ഉണ്ടോയെന്ന് അറിയില്ല. അത് ഈ മറിയാന്ന് പറയാം. പാളം തെറ്റും ചെയ്തില്ല. ഈ ട്രെയിൻ തിരിച്ചു വിടുന്നത് അവർക്ക് തെറ്റിപ്പോയി, ഡ്രൈവർക്ക്. അല്ല, ഒരു റെയിൽസ് കഴിഞ്ഞാൽ പിന്നെ മണ്ണല്ലേ, കുത്തി അവിടെ എങ്ങും വീണ് പിന്നെ ഒരടി മുന്നോട്ട് നീങ്ങിയില്ല. വന്നത് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കൂട് ചുളുക്കി അങ്ങനെ ഉണ്ടാവും. അതുപോലെ മുമ്പിലായിരുന്നെങ്കിൽ ഇപ്പം ഇന്നും ഉണ്ടാവില്ല. 10-50 പേര് മരിച്ചു. തിരിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പം ഒരു ബോർഡ് എടുക്കുക, അങ്ങനെ കുപ്പൻ ട്രെയിൻ അപകടത്തിൽ മരണപ്പെട്ടവർ വായിക്കേണ്ട വന്ന്. അതിലും രസം ഈ ഡാ പോലെ വളഞ്ഞ് ഒഴിഞ്ഞ് കൊക്കയിലോട്ടാണ് വീണത്. അല്ല, മറിയുന്നതല്ല, ഇങ്ങനെ. അപ്പോൾ അതിൽ മരിച്ചവരും മരിക്കുന്നവരും മരിച്ചുകൊണ്ടിരിക്കുന്നവരും ഉണ്ട്. ഈ സങ്കടം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് ജീവിക്കൂ എന്നല്ല ഞാൻ പറഞ്ഞ. നമുക്കറിയാം ഞാൻ അന്നേരം അറിയുന്ന പോലെ കുടുക്കം മാത്രമേ ഉള്ളൂ. തിരിച്ച് ഇറങ്ങുമ്പോ ഇതൊക്കെ സംഗതി ഗൗരവമാണെന്ന് മനസ്സിലായത്. പിന്നെ അപകടത്തിൽപ്പെട്ടതെന്ന് വെച്ചാല് കുറേ ഇങ്ങനെ വരുമ്പം എല്ലാം ഒരു 5-8 ബോഗി മറിഞ്ഞു പുറത്തോട്ട്. അതിലുള്ളവരെല്ലാം കുറെ പോയി. അപ്പം അവരാണ് മിക്കവാറും മരിച്ചവരും. അന്ന് നല്ല വെള്ളമില്ല, കലക്കവെള്ള. നല്ല വെള്ളം, നല്ല ശുദ്ധയിലില്ലല്ലോ. അന്നേരം ഏതോ കുഴിയുന്ന് അല്ലെങ്കിൽ അതെ. അതിൽ ഭയങ്കര രസമാണ്. ഇത് അപകടം സംഭവിച്ചു. പിന്നെ ഞങ്ങളെ എല്ലാവരും കൂടെ വേറെ ട്രെയിനിൽ സ്പെഷ്യലായിട്ട് ഞങ്ങളെ കയറ്റി വിട്ടു ഇങ്ങോട്ട്. കയറ്റി വിട്ടത് കോട്ടയം. അപ്പം അങ്ങനെ വരുമ്പം വീട്ടിൽ അറിഞ്ഞിട്ടില്ല. അന്ന് അങ്ങനെ ഫോണില്ലല്ലോ. അപ്പം
ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് എൻ്റെ ഈ ജ്യേഷ്ഠൻ, പുള്ളി അതിൻ്റെ സൂത്രധാരകൻ, പുള്ളി ഇങ്ങനെ സംഭവം അറിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടോ പെട്ടുപോയെന്നറിയാൻ വേണ്ടി പുള്ളിക്ക് മോട്ടോർ സൈക്കിളുണ്ട്. അപ്പം ആരോ പറഞ്ഞ് ചോദിച്ചെന്ന് വിളിക്കും വീട്ടിൽ. ചോദിച്ചും വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് കേട്ടു. അപ്പോഴാണ് പുള്ളിക്ക് സമാധാനമായത്. ഈ വിവരം അറിഞ്ഞിട്ട് നിങ്ങൾ ഈ ട്രെയിനിലുണ്ടെന്ന് അറിയാം, വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബൈക്ക് എടുത്ത് വീട്ടിൽ വന്നു. അല്ല, അതിൽ പെട്ടുപോയെന്ന് അറിയില്ലല്ലോ. അത് ഉറപ്പ് വരുത്താൻ വേണ്ടി വന്ന് അന്വേഷിച്ചു. നേരിട്ട് വന്നു. ഫോണില്ലാത്തതുകൊണ്ട് വരാതെ പറ്റിയല്ലോ. അല്ല, അങ്ങനെയുള്ള ഒരു കഴിഞ്ഞു പോയ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നേ. ഞാൻ ഒരു വാർക്ക് മുറിയുണ്ട് നമുക്ക്, ഞാൻ അവിടെയാണ് കിടന്നത്. വീട്ടിലുള്ളവരെയും വിളിച്ചില്ല. വിളിച്ചിട്ട് അപ്പം അതിലേക്ക് ഞാനിങ്ങനെ വരുന്നതെന്ന് പറഞ്ഞ് വിളിച്ചില്ല, ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞിട്ട്. ഒരു മാനസിക വിഷമം ഉണ്ടാവും. അതെ, പിന്നെ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, അത്ര മാത്രം പേടിയൊന്നുമില്ല. നമ്മളൊരു 10-16 വയസ്സിലൊക്കെ എന്ത് പേടിയാണ്.